ഹലോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ. പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഷിഫ്റ്റിംഗ് ആണ്. വീട് ഷിഫ്റ്റ് ആക്കുന്നില്ല എങ്കിലും ഞാൻ ഇതിൻ്റെ വെട്ടമല്ല. അപ്പം ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി കേട്ടോ. എത്രയൊക്കെയായാലും നമ്മൾ കുറേ ദിവസം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പോകുമ്പം പിന്നെ എന്താ പോയല്ലേ പറ്റൂ. അങ്ങനെ അടുക്കള ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, കിച്ചൺ ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല വൃത്തിക്ക് കിട്ടിയ വീടാണ്, അപ്പം നമ്മൾ അതേപോലെ സൂക്ഷിക്കണ്ടേ. പിന്നെ അതെ ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് പാക്ക് ചെയ്ത് മാറ്റണം. അങ്ങനെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പം സാധാരണ ഫുള്ള് അലങ്കോലപ്പെട്ടാണ് കേട്ടോ കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ ഈ ഫ്ലോറൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഫ്ലോറ് ഞാനൊന്ന് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെയോ കറയോ അങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് പോവില്ല എന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമും ഹാളും ഒക്കെ നോക്കണം. ഇത് കണ്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 ആഴ്ച ഇല്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകണം. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. എൻ്റെ കുക്കിംഗ് ആണെങ്കിലും ആ ഒരു കാര്യങ്ങൾ ഫുള്ള് ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ചെയ്തതാണ് കേട്ടോ. പിന്നെ സാധനങ്ങളെല്ലാം ഇവിടെ ഈ ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ചാക്കിലും പിന്നെ കാർട്ടൂൺ ബോക്സിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഒരു സെറ്റാക്കി ഹാളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വരുമ്പോൾ അപ്പയുടെ എടുത്തങ്ങ് മാറ്റാമല്ലോ. അതുകൊണ്ട് എല്ലാ ഭാഗത്തെ സാധനങ്ങൾ ദേ ഈ ഒരു ഹാളിൻ്റെ സൈഡിലാക്കി ഞങ്ങൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കണം. ഈ ടേബിളൊക്കെ എടുക്കണം. ഇനി എൻ്റെ ട്രൈപോഡ്, ചെയേഴ്സ്, പിന്നെ എന്താ അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഫുള്ള് ക്ലീനാണ് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഡള്ളായിട്ട് കിടന്നതെന്ന് വെച്ചാൽ അടുക്കളയുള്ളായിരുന്നു. അടുക്കളയിൽ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അടുക്കളയായിരുന്നു ഒരുപാട് മോശമായിട്ട് കിടന്നത്. അപ്പം അത് ആദ്യം ഒന്ന് ഒതുക്കിയപ്പം ഭയങ്കര ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അതേ ഇങ്ങനെ ഇട്ടപ്പം കൊള്ളാം അല്ലേ. ക്ലീനായിട്ടുണ്ട്. ഒരു രണ്ടാഴ്ചയല്ല കേട്ടോ, 2-3 ആഴ്ച എങ്ങാണ്ടായിട്ടോ ഞാനങ്ങ് വീട്ടിൽ പോയിട്ട്. അപ്പം അപ്പോഴത്തേക്ക് ഇവിടെ പുല്ലൊക്കെ കിളിച്ച് പിന്നെ എൻ്റെ ചെടിച്ചട്ടിയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. അതൊക്കെ ഞാനൊന്ന് ചരിച്ച് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് ട്രിം ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ നന്നായിട്ട് വളർന്ന് കിടക്കുവാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് എനിക്ക് തലയൊക്കെ വേദനയുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്താണെന്നറിയത്തില്ല. ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ വാങ്ങിക്കഴിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി TV ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വന്നപ്പോഴേ വീഡിയോ എടുക്കണമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പം ഈ വീട്ടിലെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി വേറൊരു വീട്ടിലായിരിക്കും. വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് പോകുമ്പം. നമുക്ക് എത്രയ്ക്കായാലും കുറച്ച് ഒരു 3 year ആയി കേട്ടോ ഇവിടെ വന്നിട്ട്. 3 years ആയി. അപ്പോൾ അതിൻ്റേതായ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഫുള്ളുണ്ടായിരുന്നു. പിന്നെ എന്താ മോനെ സ്കൂൾ മാറ്റി ഇവിടെ അല്ല കേട്ടോ, അവൻ അവിടെയാണ്, ചെങ്ങന്നൂരാണ് ഇനി. പിന്നെ എന്താ പിന്നെ റംബൂട്ടാനൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. 3 മരത്തിലായിട്ട് റംബൂട്ടാനുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടൂല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനല്ലേ. റംബൂട്ടാൻ ഞാൻ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാം. മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്ത് കിടക്കണം. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നില്ല. പുല്ലൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ചെടിയൊക്കെ സെറ്റാക്കണം. പിന്നെ ഈ ഒരു ഭാഗം ഫുള്ള് ക്ലീനാക്കണം. ബെഡ്റൂമിലോട്ട് പോകണം. ബാത്റൂമിൻ്റെ സാധനങ്ങൾ എടുക്കണം. കുറച്ച് കബോർഡുകളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെട്ടമില്ല. പിന്നെ അതല്ലാതെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കണം. റെഡിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അതിന് ഒരു
എന്തെങ്കിലും കവറിലോ എന്തെങ്കിലും ആക്കി വെക്കണം. ബാഗും കവർ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഒരു കവർ പോലും ഇല്ലാണ്ടായിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിലും സാധനങ്ങളാണ്. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ടി വി ഒക്കെ കണ്ടിട്ട് ഇനി കുറച്ചുകൂടെ പറക്കി ഒതുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം. ഹലോ. അപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ കേട്ടോ. ഇനി സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ ദിവസം വരും. അപ്പം ഇനി ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. നമുക്ക് പോവാം. നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിച്ചാണ് കേട്ടോ. ചായ ഉണ്ട്, ഉഴുന്നുവടയുണ്ട്. നല്ല തലവേദനയാണ്. അച്ഛൻ കൊണ്ട് അങ്ങനെ വിശപ്പിന്റെ കാഠിന്യം കാരണം ഒരു ക്രീം ബന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ചായയും.